ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ചിക്കനും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, ചിക്കൻ കൊണ്ട് എന്തോ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത്തിരി വലിയ പീസുകളായിട്ടാണ് ഞാൻ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, കുറച്ച് വലിയ പീസുകളായിട്ടാണ്. ഇത് മിനിമം ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ടാവും. 1/2 കിലോനും കൂടുതലുണ്ട്. ഇത് എന്ന് വെച്ചാൽ 1 കിലോ ഇല്ല. അപ്പോൾ ഒരു 3/4 കിലോ ചിക്കനോളം കഷ്ടിയുണ്ട്. അത് ചിക്കൻ്റെ ബ്രസ്റ്റും പിന്നെ 2 ചിക്കൻ്റെ ലെഗ് പീസുമാണ്. ലെഗും തൈയും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ആ പീസും പിന്നെ ഒക്കെ ബ്രസ്റ്റ് പീസുകളാണ്. അപ്പോൾ അത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ്റെ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഗോവയിലൊക്കെ ട്രാവൽ ചെയ്തവർക്കൊക്കെ അറിയാം. ഗോവയിൽ പോകുമ്പോൾ നമുക്കൊരു ചിക്കൻ കാഫ്രിയൽ എന്ന് പറയുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി നമ്മളിവിടെ നിന്ന് കഴിക്കാറുണ്ട്. അതൊരു ഗോവൻ ബേസ്ഡ് ചിക്കനാണ്, ചിക്കൻ കാഫ്രിയൽ. അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഗോവയിൽ പോകാത്തവർക്കും പോയിട്ട് ചിക്കൻ കാഫ്രിയൽ കഴിക്കാത്തവർക്കും വിഷമിക്കേണ്ട. നമുക്കിത് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതേപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉള്ളിലോട്ടൊക്കെ ആവുന്നത് പോലെ നന്നായി വരഞ്ഞ് വെക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമ്മുടെ മസാല അതിൽ പിടിക്കുള്ളൂ. ഇനി നമ്മൾ കുറച്ച് സംഭവങ്ങളെല്ലാം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കണം. അടിച്ച ആ മിക്സും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് അതൊരു മിനിമം ഒരു 4 hours നമ്മൾ ആ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളത് കുറച്ച് കഴിയുമ്പോൾ പുറത്ത് വെച്ച് ഒരു 4 മണിക്കൂറോളം നമ്മൾ മിനിമം മാരിനേറ്റ് ചെയ്ത് വെക്കണം. തീരെ സമയമില്ലെങ്കിൽ നിങ്ങൾ 1 hour എങ്കിലും വെക്കണം. ഞാനിവിടെ 4 മണിക്കൂറിൽ അതിനും കൂടുതൽ വെക്കും. എത്ര സമയം വെക്കുന്നോ അത്രയും അതിന് ടേസ്റ്റ് കൂടും. പിന്നെ ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ വെക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മളൊന്ന് ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മുരിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഫ്രൈ അല്ല, ഗ്രില്ല് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. ഇനി എന്തൊക്കെ ചേർത്താണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നമുക്ക് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയോ കുബൂസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. നല്ലൊരു ഡിന്നറിനോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി, ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഡിഷുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾക്ക് അരച്ചെടുക്കേണ്ട ഇൻഗ്രീഡിയൻസ്. ഇതിലൊന്നും തന്നെ നമുക്ക് എൻ്റെ വീട്ടിലതില്ല എന്ന് പറയേണ്ടത്. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് മല്ലിയില, അതിൽ കുറച്ച് കൂടുതൽ മല്ലിയില തന്നെ വേണം. ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ചിക്കൻ നിങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അതിൽ മല്ലിയിലയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് ഇതിൽ കുറേ മല്ലിയില വേണം. മല്ലിയില, പിന്നെ അത് നാരങ്ങ നീര്. ഇതൊരു 1-2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഉണ്ടാവും. അത് നിങ്ങളുടെ നാരങ്ങയുടെ വലിപ്പമനുസരിച്ച് കുറഞ്ഞും കൂടിയിരിക്കും. ഇത് ജീരകമാണ്, നമ്മുടെ സാധാരണ നല്ല ജീരകമാണിത്. നല്ല ജീരകം, ഇത് മറ്റേ പെരുംജീരകമല്ല, നല്ല ജീരകം. ഇത് നമ്മുടെ കുരുമുളക്. ഇതിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു 3 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു. ഇത് ബേ ലീഫ്, വായനയില. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി മിനിമം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള വെളുത്തുള്ളിയുടെ വലിപ്പമനുസരിച്ച് അതിന് വ്യത്യാസം വരുത്താം. നാട്ടിലെ വെളുത്തുള്ളി ചെറുതായിരിക്കും, പക്ഷെ നല്ല സ്മെല്ല് കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കാം. ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത് കുറച്ച് പച്ചമുളക്. ഈ പച്ചമുളക് കാന്താരി മുളകാണ്. മിനിമം റെഡ് കളറിലുള്ള ഗ്രീൻ കളറിലുള്ള മുളക് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ഈ കളർ ചേഞ്ച് ആവാതിരിക്കാനായിട്ട് നല്ലത്. അപ്പോൾ പച്ചമുളക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോർമൽ പച്ചമുളക് എടുത്താലും മതി. എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ്. പിന്നെ കുരുമുളക് ഞാൻ അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള മുളകിന് എരിവില്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുക്കാം. നമുക്ക് ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി എരിവ് ഉണ്ടായിരിക്കും, നല്ലതാണ്. ചിലർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് കൂട്ടിയും കുറച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് ആ സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനിതെല്ലാം അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ടൈം വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് ഇത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മസാല നമ്മുടെ ചിക്കനിലോട്ട് പരട്ടാൻ പോകണം. ഇപ്പം നമ്മൾ ചിക്കനിലോട്ട് ആദ്യം നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളും ഞാൻ ഈ മസാല അരയ്ക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് നമുക്ക് പിന്നെ ചേർക്കാം. ആദ്യം ഇത് നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഉപ്പും മഞ്ഞളും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഇനി നമ്മൾ നമ്മുടെ മസാല എടുത്തിട്ട് ഇതിലോട്ട് ചേർക്കാൻ പോകണം. ഇത് നന്നായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്യട്ടെ.
ഇപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. വൃത്തിയായിട്ട് എല്ലാ മറ്റേ വരഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിലോട്ടൊക്കെ നന്നായി കയറ്റിയതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മിനിമം ഒരു 4 hours വെക്കുക. തീരെ സമയമില്ലെങ്കിൽ മാത്രം 1 hour വെക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നന്നായിട്ട് ചിക്കനിൽ എല്ലാം പിടിച്ചു കിട്ടുള്ളൂ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മിക്സി കഴുകി എടുത്തിട്ടുള്ള ആ വെള്ളം നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റുക. അത് കളയരുത്, കാരണം നമ്മുടെ മിക്സിയിൽ ഇതിൻ്റെ എല്ലാ സത്തുണ്ട്, എല്ലാ മസാല ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കൈ കൊണ്ട് എടുത്താലും അത് കിട്ടില്ല. അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് ആ വെള്ളം എടുത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിക്കണം. ആ വേവിക്കുമ്പോൾ ഈ വെള്ളം കൂടി ചേർത്ത് വേവിച്ച് കഴിഞ്ഞാൽ ചിക്കനിലോട്ട് നമുക്ക് നമ്മുടെ മസാലയുടെ എല്ലാ ഫ്ലേവറും കിട്ടും. അപ്പോൾ നമുക്കിന്നത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരുപാട് ഓയിലും ഒരുപാട് ബട്ടറൊന്നും ഇടണമെന്നില്ല, കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബട്ടർ ഇടാൻ കഴിക്കാൻ പറ്റാത്തവർ ഓയിൽ മാത്രം യൂസ് ചെയ്യുക. പക്ഷേ ഒരു കാരണവശാലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നമുക്ക് ചിക്കൻ്റെ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഒന്ന് ഗ്രില്ല് ചെയ്ത പോലെ ആക്കിയെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട. എല്ലാ പീസുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഗ്രില്ല് ചെയ്യുക. ഒരുപാട് ഭയങ്കരമായിട്ട് മുരിച്ചെടുക്കണ്ട. നമുക്കിനി ഇത് പാനിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വേവിക്കൊന്നും വേണ്ട, ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഈ മസാലയ്ക്ക് ഇതിൽ കറക്റ്റ് പേസ്റ്റായിട്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കൊരു സംഭവം ചെയ്യാനുണ്ട്. ഇതൊരു നല്ല വലിയ പൊട്ടറ്റോ ആണ്. 1 or 2 പൊട്ടറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് നമ്മളിത് നല്ല റൗണ്ടിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. തൊലിയൊന്നും കളയണ്ട. തൊലി കളയാതെ എടുക്കുന്നതുകൊണ്ട് തന്നെ പൊട്ടറ്റോ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അതിലെ പൊടി അഴുക്കൊക്കെ കളയണം. ഇത് നമ്മൾ ഈ ചിക്കൻ വറുത്ത ഓയിലിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒന്ന് നന്നായി ഗ്രില്ല് ചെയ്തെടുക്കണം. അതിലൊരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളർ വരുന്നത് വരെ. എന്നിട്ടാണ് ഈ ചിക്കൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ തിന്നായിട്ട് കഷ്ണത്തിന് കട്ട് ചെയ്ത് കളയാം. എത്ര തിന്നായിട്ട് വയ്ക്കാമോ അത്രയും തിന്നായിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഇത് മുഴുവൻ കട്ട് ചെയ്തിട്ട് വരാം. ഞാനിതിൻ്റെ തിൻ സ്ലൈസായിട്ട് നമുക്ക് ചിപ്പറൊക്കെ ഉള്ളവരാണെങ്കിൽ ചിപ്പറിൽ വെച്ചിട്ട് സ്ലൈസ് ചെയ്യുക. പക്ഷേ തൊലി കളയാതെ സ്ലൈസ് ചെയ്യണം കേട്ടോ. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. നമ്മളെല്ലാ പൊട്ടറ്റോസും ഇത് നന്നായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സ്ലൈസ് ചെയ്ത് വയ്ക്കുക. മാക്സിമം നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പിലുള്ള വലിയ പൊട്ടറ്റോ നോക്കിയെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കുക. അവിടെ നല്ല കത്തി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും. നിങ്ങൾ ചിപ്പർ ഉണ്ടെങ്കിൽ ചിപ്പറിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുക്കാം. ഇത് നമുക്കിത് ഓയിലിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാറുള്ളതാണ്. അപ്പോൾ കട്ടി കൂടി കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയിട്ട് വരില്ല. ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് വെന്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ഗ്രില്ലായാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പം തന്നെ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കരുത്. ഇപ്പം നമ്മുടെ ചിക്കൻ മൊത്തം ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് ഗ്രില്ല് ചെയ്താൽ മതി, കാരണം നമ്മൾ ഒരുപാട് മുരിച്ചെടുക്കരുത്. ഇനി നമ്മളിത് അങ്ങനെ തന്നെ ഒരു പാനിലോട്ട് മാറ്റി നമ്മൾ നേരത്തെ മിക്സിയിൽ നമ്മൾ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൂടി ഒഴിച്ച് ഇനി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഒരു 15 മിനിറ്റ് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് 15-20 മിനിറ്റ് നമ്മളിത് വലിയ പീസുകളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പീസുകളുടെ വലിപ്പം അനുസരിച്ച് 15 to 20 മിനിറ്റ്സ് മാക്സിമം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളിപ്പോൾ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ ചട്ടി കഴുകണ്ട, അതിൻ്റെ ആ ഓയിലിൽ തന്നെ നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് സ്ലൈസ് ചെയ്തത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇവിടെ എല്ലാ ചിക്കനും നമ്മൾ പാനിലോട്ട് ഇട്ടു. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇടത്തരം തീയിൽ വെച്ച് നമ്മൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് അത് നിങ്ങൾ നോക്കുക ചിക്കൻ വെന്തോ ഇല്ലയെന്ന് വേവിച്ചെടുക്കുക. നമ്മൾ ചിക്കനിൽ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് നല്ലോണം വെള്ളമായിട്ടുണ്ട്. നമ്മളിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിടാം. ഒരുപാട് കുത്തി ഇളക്കരുത്, കാരണം നമ്മൾ ഓൾറെഡി ഒരു പകുതി വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് എല്ലാതും ഒന്ന് വെള്ളത്തിലോട്ടൊക്കെ നിറക്കിയിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അടച്ച് വെച്ച് വേവിക്കുക, അപ്പോഴാണ് ശരിക്കും ഉള്ളിലോട്ടൊക്കെ കയറുള്ളൂ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മുടെ കിച്ചൺ മൊത്തം നല്ലൊരു സ്മെല്ലാണ്, നല്ല അടിപൊളി മണവും നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കനാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം. ഓൾറെഡി വെന്തതാണ്, പക്ഷേ ആ ജ്യൂസൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈം കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഒരുവിധം ആയിട്ടുണ്ട്, ചാറൊക്കെ ഒന്ന് കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റണം, ഇത് കഴിഞ്ഞതിന് ശേഷം മാറ്റാം. പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് പറ്റാം, അല്ലെങ്കിൽ ചൂടാറിക്കും. ഇപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടറ്റോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മാക്സിമം 1 സ്ലോട്ടിൽ തന്നെ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് മറ്റേ സ്ലോട്ട് ആകുമ്പോഴേക്ക് ചൂടാറും കേട്ടോ. ഞാൻ ഈ പൊട്ടറ്റോ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ, ലൈറ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അങ്ങോട്ട് കൊണ്ട് മറിച്ചിടുന്നു. നമ്മുടെ പൊട്ടറ്റോസ് 1 സൈഡ് ലൈറ്റായിട്ട് ആയി വരുന്നുണ്ട് കേട്ടോ. ഇനി മറ്റേ സൈഡും കൂടി ആകുമ്പോൾ നമുക്ക് മെല്ലെ എടുക്കാം. എടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം പാത്രത്തിലോട്ട്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണ്ട. വെയിറ്റ് ചെയ്താൽ പൊട്ടറ്റോ ഒക്കെ ചൂടാറിക്കും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കാഫ്രിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോസൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതൊരു പർട്ടിക്കുലർ ഗോവൻ ഡിഷാണ്. അപ്പോൾ നമ്മളത് വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.